ഇനി ഞാൻ ചെയ്യാൻ പോണ കാര്യം കണ്ട ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ബ്ലാന്നാക്കും. ഇവിടെ ഗോമാധവന്റെ ഫ്രഷ് ചാണകം ഇങ്ങനെ വെള്ളത്തിലിട്ട് കുഴക്കുക. എന്നിട്ട് ഇതിങ്ങനെ ഒരു ഷേപ്പിന് ഒരു ഫിനിഷിങ്ങിന് ഇങ്ങനെ തേച്ചങ്ങോട്ട് ലെവലാക്കുക. ഹലോ ഗൈസ്, ഇന്ന് നമുക്കൊരു പൂക്കൾ അങ്ങോട്ട് ഇട്ടാലോ. പണ്ടത്തെ ആൾക്കാരായാലും ഇപ്പോഴത്തെ ആൾക്കാരായാലും പൂക്കൾ ഉണ്ടാക്കാട്ട് മുന്നേ ചെയ്യണ ഒരു പരിപാടി ഉണ്ട്. ചാണം എടുക്കാൻ നോക്കിയാ അപ്പഴത്തെ കയ്യിൽ മൊബൈലുള്ള കാരണട്ടാ ഈ ചാണകം വെള്ളം ഫുള്ള് അങ്ങോട്ട് മുറ്റത്ത് ഫുള്ള് തെളിക്കുക. ഓ ഗ്രീൻ 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 സ്വാഹ സ്വാഹ. ആദ്യം തന്നെ പൂക്കളത്തിന്റെ സെന്ററിലേക്ക് നമുക്കൊരു തുമ്പ് പൊട്ടിക്കണം. എന്താണ് നമ്മുടെ പണ്ട് തൊട്ടുള്ള ആചാരം. കടയിൽ പൂ അടിച്ചിട്ട് എനിക്ക് തീരെ താല്പര്യമില്ല. കാരണം പണ്ടത്തെ പഴമ നശിപ്പിക്കാൻ എനിക്ക് തീരെ ഇഷ്ടമില്ല. ഇതൊക്കെയാട്ടാ ഞങ്ങളുടെ നാട്ടിലെ പൂക്കള്. ശംഖുപുഷ്പം പിന്നെ ഈ ഒരു പൂ. ഇതിന്റെ പേര് ഇന്നലെ വരെ ഓർമ്മയുണ്ടാവും, ഇപ്പൊ മറന്നുപോയി. എന്നിട്ടാണോ അങ്ങനെ പൂവൊക്കെ പഠിച്ച് പരിപാടിയാണ് നമുക്ക് തുടങ്ങാം. അപ്പൊ നമ്മുടെ ബോസ് കൂട്ടി കിടന്ന് കുറയ്ക്കണ്ടിട്ടാ. ഏയ് എന്നിട്ട് ഇതിങ്ങനെ ഒരു ഷേപ്പിന് ഒരു ഫിനിഷിങ്ങിന് ചാണകം അങ്ങോട്ട് ലെവലാക്കി അങ്ങോട്ട് മെഴുക. എന്നിട്ട് സെന്ററിൽ ഒരു തുമ്പ പൂവയ്ക്കാ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഡിസൈനിൽ അങ്ങോട്ട് പൂക്കൾ അങ്ങോട്ട് ഇടാം. അങ്ങനെ പൂക്കൾ ഇട്ട് കഴിഞ്ഞു. മുതലാളി എന്നെ വേഗം തുറന്നോട് മുതലാളി. ആഹാ പൂക്കളം ഓണം വന്നല്ലോ, ഉണ്ണി പിറന്നല്ലോ, ഊഞ്ഞാലിട്ടല്ലോ, സാർ മോള് ചാടി കളിച്ചല്ലോ. അപ്പൊ പൂക്കളത്തിന്റെ പരിപാടി കഴിഞ്ഞു. ഇനിയിപ്പോ കുറെ വർക്കുകളുണ്ട്. ഓണത്തിന്റെ തലേദിവസം വരെ വർക്കുകളുണ്ട്. ഇനിയിപ്പോ അതൊക്കെ പെട്ട സാധനമാക്കിട്ട് കൊടുക്കണം. അപ്പൊ ഓക്കെ ഗൈസ്, കാണാട്ടാ.